എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 2 ദിവസം മുമ്പ് നീറ്റ് പരീക്ഷ അത് പുനഃപരീക്ഷ നടത്തിയിരുന്നു. ആദ്യത്തെ പരീക്ഷ ക്യാൻസൽ ചെയ്തു, ചോദ്യപേപ്പർ ചോർന്നത് കാരണം. അത് പുനഃപരീക്ഷ ഞായറാഴ്ച നടത്തിയിരുന്നു. അന്ന് ബാംഗ്ലൂരിലെ RC കോളേജിൽ 3 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അതിന് കാരണം കോൺഗ്രസിൻ്റെ സമുന്നത നേതാവും, അതായത് കോൺഗ്രസിൻ്റെ പരമാധികാരിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ പരിപാടി ബാംഗ്ലൂരിൽ സംഘടിപ്പിച്ചിരുന്നു. അതായത് ബാംഗ്ലൂരിലെ പാലസ് ഗ്രൗണ്ടിൽ. ആ പരിപാടി കാരണം റോഡ് മൊത്തം 3 മണിക്കൂറോളം ബ്ലോക്കായി, ഗതാഗതം തടസ്സപ്പെട്ടു. ഒരു രീതിയിലും ഗതാഗതം നടക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. ഈ ബ്ലോക്ക് കാരണം 3 വിദ്യാർത്ഥികൾക്ക് സമയത്തിന് പങ്കെടുക്കാൻ പറ്റാതെ അവർക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കുറിച്ച് വന്ന വാർത്തയുടെ ഒരു കർണാടകത്തിലെ കന്നഡ ചാനലിൽ വന്ന ആ ഒരു വീഡിയോയും കുറച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ വാർത്തയോടൊപ്പം ഞാൻ കാണിക്കുന്നു. അത് നമ്മൾ സത്യത്തിൽ വളരെയേറെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി രാജസ്ഥാനിലൊരു സമ്മേളനം നടത്തി, വിദ്യാർത്ഥികളുടെ സമ്മേളനം നടത്തി. അതിനകത്ത് പറഞ്ഞിരുന്നു, കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളെ 3-4 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവരെ ആത്മഹത്യക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്നൊക്കെ പറഞ്ഞാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഒപ്പം തന്നെ പാറ്റകൾ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട്, 2-3 ദിവസമായിട്ട് അവിടെ കുത്തിയിരിപ്പോ കിടന്നുള്ളതോ ഏതാണ്ടൊക്കെ സത്യാഗ്രഹം നടത്തുന്നുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കോൺഗ്രസ് ഈ വിദ്യാർത്ഥികളോട് ഇത്രമാത്രം ക്രൂരമായി പെരുമാറിയത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് തന്നെ കൽക്കത്തയിലെ ഒരു പരിപാടി കഴിഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലെത്തിയ സമയമാണ്, തിരിച്ചെത്തിയ സമയം. അദ്ദേഹം എന്താണ് ചെയ്തത്? തൻ്റെ വാഹനവ്യൂഹം കടന്നു പോയാൽ, തൻ്റെ ഓഫീസിലേക്ക് കടന്നു പോയാൽ റോഡുകൾ ബ്ലോക്ക് ചെയ്ത് പ്രധാനമന്ത്രിയെ കടത്തിവിടാനുള്ള സംവിധാനം ഒരുക്കും. അങ്ങനെ വന്നാൽ ഗതാഗതം തടസ്സപ്പെടും എന്നുള്ള ചിന്തയിൽ അദ്ദേഹം എന്താണ് ചെയ്തത്? 3/4 മണിക്കൂറിലേറെ അദ്ദേഹം വിമാനത്താവളത്തിൽ കാത്തിരുന്നു. അതായത് 1 മണിക്കൂറിന് മുമ്പേ വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ കയറണം എന്നാണ് കർശന നിബന്ധന. അത് പാലിക്കുന്നതിനായി ഈ വിദ്യാർത്ഥികളെല്ലാം പരീക്ഷാ ഹാളിൽ കയറിയതിന് ശേഷം മാത്രമേ തൻ്റെ യാത്ര വിമാനത്താവളത്തിൽ നിന്ന് ആരംഭിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു വ്യക്തമായ തീരുമാനത്തോടെ അദ്ദേഹം 3/4 മണിക്കൂറിലേറെ വിമാനത്താവളത്തിൽ കാത്തിരിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹം തൻ്റെ യാത്ര പുനരാരംഭിച്ചത്. കോൺഗ്രസ് എന്താണ് ചെയ്തത്? അവർക്ക് ഈ സമ്മേളനം അല്പസമയത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളായിരുന്നു. വൈകിട്ടത്തേക്കാക്കാം, അല്ലെ പിറ്റേ ദിവസമാക്കാം. പക്ഷേ അവരതിന് തയ്യാറാകാതെ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച് നടക്കുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അതിന് തയ്യാറാകാതെ ആ വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ആ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ ഉള്ള അവസരം നിഷേധിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. കർണാടക ഭരിക്കുന്നത് ആരാണ്? കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത്. ആ സർക്കാരിന് എന്തായാലും അറിയാം ഇങ്ങനൊരു പരീക്ഷ നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കും അറിയാം പരീക്ഷ നടക്കുന്നുണ്ടെന്ന് ഉള്ള കാര്യം. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുക, രാഹുൽ ഗാന്ധി എത്ര കൂളായിട്ടാണ് ഈ പരിവാരങ്ങളുമായിട്ട് റോഡിൽ കൂടെ നടന്നു പോകുന്നത്. അദ്ദേഹത്തിന് ഈ വിദ്യാർത്ഥികളെക്കുറിച്ചോ പരീക്ഷ എഴുതുന്ന കുട്ടികളെക്കുറിച്ചോ ഒരു ചിന്തയുമില്ലാതെ വളരെ ലാഘവത്തോടുകൂടി അദ്ദേഹം നടന്നു പോകുന്നു.
ഒരു വശത്ത് കോൺഗ്രസിൻ്റെ പരിപാടി നടക്കുന്നു, മുഖ്യമന്ത്രി DK ശിവകുമാറും ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടി നടക്കുന്നു. അപ്പോൾ ഇവർക്കെന്താണ് ഇവർ പറയുന്നതിലുള്ള ആത്മാർത്ഥത? ഇവർക്കെന്താണ് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക? ഒന്നുമില്ല. ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ, അത് മന്ത്രി അറിഞ്ഞുകൊണ്ട് നടന്ന സംഭവമല്ല, ചില ലോബികൾ ചേർന്ന് ചോദ്യപേപ്പർ ചോർത്തി അത് കർശനമായി അതിനെതിരെ നടപടിയെടുത്ത് CBI അന്വേഷണം ചുമതല ഏൽപ്പിച്ചു. CBI അന്വേഷണം നടത്തുന്നു, പലരെയും അറസ്റ്റ് ചെയ്തു അതിൻ്റെ പിന്നിലുള്ളവർ. അങ്ങനെ കർശനമായ നടപടി എടുത്തിട്ടും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടികൾ നടത്തുന്ന സമരം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ അല്ലെ കോൺഗ്രസിനെതിരെ നടത്തുന്നില്ല? പാർട്ടികൾ എങ്ങോട്ട് പറന്നുപോയി? രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് എന്തുകൊണ്ട് ഇവരൊരു മാർച്ച് നടത്തുന്നില്ല? ഇവർ ആത്മാർത്ഥതയോടുകൂടിയുള്ള സമരമല്ല എന്നുള്ളതും ഇവരാർക്ക് വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത് എന്നുള്ളതും ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം പിന്നിൽ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളുമാണ് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി പാർട്ടികളുടെ പിന്നിലുള്ളത് എന്നുള്ളതാണ് ഇത് വ്യക്തമാകുന്നത്. കാരണം ഈ രാജ്യത്ത് ഇതേപോലെ സമരം തന്നെയല്ല, ഇപ്പോൾ ഭയം കൊണ്ടാണ് അവർ അക്രമം നടത്താത്തത്. നെഞ്ചത്ത് ഉണ്ട കയറും എന്നുള്ള ഒരു ഭയം കൊണ്ട് അവർ കുത്തിയിരിക്കുന്നത് എന്തിനാണ്? ജനങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റുക, കേന്ദ്ര സർക്കാർ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്താതിരിക്കുക, ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തെ നാണം കെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷങ്ങളും ചേർന്നാണ് ഈ പാർട്ടികളെ കൊണ്ട് ഈ തോന്നിയവാസ സമരം നടത്തിക്കുന്നത്. ആത്മാർത്ഥതയുള്ള ഒരു സമരമായിരുന്നു എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഈ സമ്മേളനം മാറ്റിവെക്കുമായിരുന്നു, കോൺഗ്രസും ഇത് മാറ്റിവെക്കുമായിരുന്നു. പക്ഷേ അവരതൊന്നും ചെയ്യാതെ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന് അവർ ആരോട് സമാധാനം പറയും? ആ കുട്ടികളുടെ ഒരു വർഷം അവർക്ക് നഷ്ടപ്പെട്ട ആ കുട്ടികളോട് ഇവർ ഏത് രീതിയിൽ അതിന് ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കും? ഒരിക്കലുമില്ല, അവരത് ചെയ്യത്തുമില്ല. കാരണം അവർക്ക് രാജ്യത്തോടോ ഇവിടുത്തെ യുവതലമുറയോടോ ഇവിടുത്തെ ജനതയോട് ഒരു തരോടും ഒരു പ്രതിബദ്ധതയും ഇല്ല. അവർക്കാകെയുള്ള പ്രതിബദ്ധത അവർക്ക് എങ്ങനെയും കസേര പിടിക്കണം, പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഈ പൊട്ടൻ, ഈ പപ്പു എന്ന് വിളിക്കുന്ന ഈ പൊട്ടന് കയറിയിരിക്കണം, എന്നിട്ട് രാജ്യത്തെ കുട്ടിച്ചോറാക്കണം, അഴിമതി നടത്തി പണം ഉണ്ടാക്കണം. അയാളുടെ അച്ഛൻ ഉൾപ്പെടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, രാജീവ് ഗാന്ധി ഭരിച്ചപ്പോഴും നമ്മൾ കണ്ടതാണ് എത്ര കോടിയുടെ അഴിമതിയാണ് നടത്തിയത്. ബന്ധുക്കൾക്കും കൂടെയുള്ളവർക്കും പണമുണ്ടാക്കാൻ വേണ്ടി, കോടികൾ ഉണ്ടാക്കാൻ. അതിനവസരം കിട്ടണമെങ്കിൽ രാഹുലിന് പ്രധാനമന്ത്രിയാകണം. രാഹുലിനെ എല്ലാവരും പപ്പു എന്ന് വിളിക്കും. പപ്പു എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം, ഒരു മന്ദബുദ്ധി ടൈപ്പ് കക്ഷികളെയാണ്, പിള്ളേരുടെ സ്വഭാവമുള്ളവരെയാണ് പപ്പു എന്ന് ഒക്കെ വിളിക്കുന്ന വടക്കേ ഇന്ത്യ. പക്ഷേ ഇയാൾ പപ്പു അല്ല, ശരിയായിട്ട് പറഞ്ഞാൽ ഇയാൾ ഒരു അഹങ്കാരിയും ഒരു ക്രൂരനുമാണ് എന്ന് അയാൾ കഴിഞ്ഞ ദിവസം നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്, നമ്മൾക്ക് തെളിയിച്ചു തന്നിരിക്കുകയാണ്. ഇയാളെയാണോ നമ്മൾ നമ്മുടെ രാജ്യത്തിൽ എന്തെങ്കിലും പ്രധാന ചുമതല ഏൽപ്പിക്കേണ്ട? സത്യത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും വഹിക്കാൻ ഒരു യോഗ്യതയോ ഒരു അർഹതയോ ധാർമ്മികതയോ ഇല്ലാത്ത ഒരു നീചനായ മനുഷ്യനാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ വ്യക്തി. ഒപ്പം തന്നെ കോൺഗ്രസ്സുകാരും അത് തന്നെ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. ആ കോൺഗ്രസ്സുകാരുടെ സമ്മേളനമാണ് ആ സമയം നോക്കി തന്നെ ഇവർ അവിടെ സംഘടിപ്പിച്ചത്. ഇവരുദ്ദേശിച്ചത് എന്താണ്? ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം കൂടെ, അതിന് ഒരു കാരണവും BJPയും അല്ലെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും ആണ് എന്ന് വരുത്തി തീർത്ത് നാട്ടിലൊരു കലാപം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു കോൺഗ്രസ് ഇതിലൂടെ ലക്ഷ്യമിട്ടത്. അവർ പ്രതീക്ഷിച്ചില്ല ഇതേപോലെ ചാനലുകൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവരും എന്നുള്ള കാര്യം. വേറൊരു കാര്യം കൂടെ നമ്മൾ നോക്കുക. പാർട്ടികളെക്കുറിച്ചും നീറ്റ് പരീക്ഷ എഴുതാൻ കഴിയാതെ
ചില വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതും വലിയ വാർത്തയാക്കിയ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമവും ഈ രാഹുൽ ഗാന്ധിയുടെ ഈ തെമ്മാടിത്തരം, കോൺഗ്രസിൻ്റെ ഈ തെമ്മാടിത്തരവും മര്യാദകേടും ചെറിയൊരു വാർത്തയായി പോലും ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചില്ല. അതിൽ നിന്നും നമ്മൾ ഒരു കാര്യം നമ്മൾക്ക് ബോധ്യപ്പെട്ടു. നേരത്തെ ബോധ്യപ്പെട്ട കാര്യമാണ്, കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാം തന്നെ ഈ രാജ്യത്തിന് വിരുദ്ധരായിട്ട് പ്രവർത്തിക്കുന്നവരാണ്, കോൺഗ്രസിൻ്റെ അച്ചാരം വാങ്ങിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള കാര്യം നമ്മളുടെ മുന്നിൽ കാട്ടപ്പെട്ട ഒരു സംഭവമാണ്. ബംഗളൂരുവിൽ ഈ 3 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയാതെ രാഹുൽ ഗാന്ധി നടത്തിയ തോന്നിയവാസ സമ്മേളനം, കോൺഗ്രസിൻ്റെ തോന്നിയവാസ സമ്മേളനം. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. ഈ കോൺഗ്രസ്സിന് ജനങ്ങളോടോ രാജ്യത്തോടോ പ്രതിബദ്ധതയില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. അവരുടെ ഏക ലക്ഷ്യം എങ്ങനെയും അധികാരത്തിലെത്തി അഴിമതി നടത്തി ധനം സമ്പാദിക്കുക, രാജ്യത്തെ കുട്ടിച്ചോറാക്കുക എന്നുള്ള ഏക ലക്ഷ്യമാണ് അവർക്ക് മുന്നിലുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇവർക്കൊക്കെ ചുട്ട മറുപടി അടുത്ത തെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇവർക്ക് ഇതിനുള്ള ചുട്ട മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. പപ്പു എന്ന രാഹുലിന് ഒരു കാലത്തും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ലഭിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അങ്ങനെ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ഈ കോൺഗ്രസിനെ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയമായിരിക്കണം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവർ സ്വീകരിക്കേണ്ടത്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.